ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രധാന കോൺസെപ്റ്റായ SFT അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ കുറിച്ചാണ്. SFT എന്നത് ഒരു റിപ്പോർട്ടിംഗ് സംവിധാനമാണ്. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 285BA പ്രകാരം നിർദ്ദിഷ്ട സ്ഥാപനങ്ങൾ ഓരോ സാമ്പത്തിക വർഷവും ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ SFT ആയി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. റൂൾ 114E ആണ് SFTയെ കുറിച്ച് വിശദീകരിക്കുന്നത്. ചില പ്രത്യേക വിഭാഗത്തിലുള്ള വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് SFT റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയർ കമ്പനികൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, ഫോറിൻ എക്സ്ചേഞ്ച് ഓതറൈസ്ഡ് പേഴ്സൺസ് തുടങ്ങിയ വ്യക്തികളാണ് SFT ഫോം 61A വഴി ഇൻകം ടാക്സിന് സമർപ്പിക്കേണ്ടത്. സേവിങ്സ് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയോ അതിലധികമോ ആയ ക്യാഷ് ഡെപ്പോസിറ്റുകൾ, കറണ്ട് അക്കൗണ്ടിൽ 50 ലക്ഷം രൂപയോ അതിലധികമോ ആയ ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ വിഡ്രോവലുകൾ, 1 ലക്ഷം മുതലുള്ള ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ, 10 ലക്ഷം രൂപ വരെ മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയറുകൾ, ഡിബഞ്ചറുകൾ, ബോണ്ടുകളുടെ യൂണിറ്റ് വാങ്ങുന്നത്, 30 ലക്ഷം മുകളിലുള്ള വസ്തു വിൽക്കുന്നതും വാങ്ങുന്നതും, 2 ലക്ഷം രൂപ മുതലുള്ള ഗുഡ്സ് ഓർ സർവീസസ് വാങ്ങുന്നതും വിൽക്കുന്നതും, 10 ലക്ഷം രൂപ മുകളിലുള്ള ഇന്റർനാഷണൽ കറൻസി ഇടപാടുകൾ എന്നിവയാണ് SFT ആയി റിപ്പോർട്ട് ചെയ്യേണ്ടത്. മേൽപ്പറഞ്ഞ തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ളവരാണോ നിങ്ങൾ ഈ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓട്ടോമാറ്റിക്കായി ഈ വിവരങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നതാണ്. നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നോട്ടീസിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് ബ്ലാക്ക് മണി ആയിട്ട് കണക്കാക്കുകയും കൂടാതെ നിങ്ങളിലേക്ക് ഒരു വലിയ പെനാൽറ്റി വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ നിങ്ങളുടെ പാനിനോട് ലിങ്ക് ചെയ്ത ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് വഴി പരിശോധിക്കാവുന്നതാണ്. കൂടാതെ കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക.